കൂട്ടുകാരെ, എല്ലാവർക്കും നിജൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഈ 7 വിഭാഗത്തിൽ പെടുന്നവരാണ് നിങ്ങളെങ്കിൽ മസ്റ്റായിട്ട് ഇന്ന് മുതൽ ഗ്രാമ്പു വെള്ളം ഉപയോഗിച്ച് തുടങ്ങുക. നിങ്ങൾ പ്രഗ്നൻ്റ് ആകാനായിട്ട് ആ ഒരു ടിപ്പ് തന്നെ ധാരാളമാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ട് പ്രഗ്നൻ്റ് ആയിട്ടുണ്ട്. അവരുടെയൊക്കെ സക്സസ് സ്റ്റോറീസ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ വിസിറ്റ് ചെയ്തതിന് ശേഷം കമ്മ്യൂണിറ്റി ടാപ്പ് പ്രസ് ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങളുടെ സെയിം ഹെൽത്ത് കണ്ടീഷൻ ഉള്ളവരായിരിക്കും ചിലപ്പോൾ അവരിൽ പലരും. അങ്ങനെയുള്ളവരൊക്കെ എന്തൊക്കെ ഫോളോ ചെയ്തത് ടിപ്സ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളത് നോക്കുന്നത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ആ ടിപ്സിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ടിപ്സ്, നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്ന ടിപ്സും ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഒരുപാട് പേര് നമ്മുടെ ചാനലിൽ ഫോളോ ചെയ്തിട്ടുള്ള ഒന്നാണ് ഗ്രാമ്പൂ വെള്ളം എന്ന് പറയുന്നത്. ഒരുപാട് പേർക്ക്, എനിക്ക് തോന്നുന്നു 1000-ൽ കൂടുതൽ ആളുകൾ തന്നെ ഗ്രാമ്പൂ വെള്ളം മാത്രം ഉപയോഗിച്ചിട്ട് പ്രഗ്നൻ്റ് ആയിട്ടുണ്ട്. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് നമുക്ക് കൊണ്ടുവന്ന് തരുന്ന ഒരു സുഗന്ധ വ്യഞ്ജനമാണ് ഗ്രാമ്പൂ എന്ന് പറയുന്നത്. ഇതിൽ ആരൊക്കെയാണ് ഇത് യൂസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഏതെല്ലാം ഹെൽത്ത് കണ്ടീഷൻസ് ഉള്ളവർക്കാണ് ഇതൊരു മിറാക്കിളായി മാറുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഏറ്റവും ആദ്യം മെൻസ്ട്രേഷൻ ഇറഗുലർ ആയിട്ടുള്ള ആളുകൾ ഇത് ഉപയോഗിക്കാനായിട്ട് നോക്കുക. നിങ്ങളുടെ ആർത്തവം പ്രോപ്പർ ആകുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. ഒരുപാട് ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഏതെങ്കിലും ഒരു ദിവസം പീരിയഡ്സ് വരുന്നുണ്ടല്ലോ, ബ്ലഡ് പോകുന്നുണ്ടല്ലോ, അത് പോരെ എന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കാനായിട്ട് പാടില്ല. മെൻസ്ട്രേഷൻ നമുക്ക് ഉണ്ടാവുക, അത് പ്രോപ്പറായിട്ട് ഉണ്ടാവുക എന്നുള്ളതാണ് ഹെൽത്തി ആയിട്ടുള്ള ഒരു പീരിയഡ്സിന്റെ ലക്ഷണം എന്ന് പറയുന്നത്. നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റണം. ഇപ്പോൾ 18-ാം തീയതിയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതെങ്കിൽ ഏകദേശം നമുക്ക് 18-ാം തീയതിയിൽ അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് ഏതെങ്കിലും ഒരു ദിവസം, ഒരു 3 ദിവസം മുൻപോ 3 ദിവസം ശേഷമോ നമുക്ക് പീരിയഡ്സ് വരും എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ നമുക്ക് മനസ്സിൽ വെക്കാൻ പറ്റണം. ഇതങ്ങനെ ഒന്നും ട്രാക്ക് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ പീരിയഡ്സ് അല്ലെങ്കിൽ മെൻസ്ട്രേഷൻ ഇറഗുലർ ആണെന്നാണ്. അതുപോലെ ഇടയ്ക്കിടയ്ക്കായിട്ട് സ്പോട്ടിങ്ങോ ബ്ലീഡിങ്ങോ ഒക്കെ ഉണ്ടാകുന്ന ആളുകൾക്കൊക്കെ ഗ്രാമ്പൂ ഉപയോഗിക്കുന്നത് അത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് പീരിയഡ്സിൻ്റെ പെയിൻ ഉള്ള ആളുകൾക്ക്, ചിലവരൊക്കെ പീരിയഡ്സ് ആ ഒരു പെയിൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പെയിൻ കില്ലേഴ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ വേദനയ്ക്ക് ഒരു ശമനം കാണുകയുണ്ടാവുള്ളൂ. അങ്ങനെയുള്ള ആളുകൾക്കും ഓവറായിട്ട് ബ്ലീഡിങ് ഉണ്ടാവുന്നവർക്കും, അതായത് 7 ദിവസത്തിനേക്കാളും കൂടുതൽ ബ്ലീഡിങ് പോകുന്നവർക്ക് അല്ലെങ്കിൽ ഭയങ്കര വളരെ കുറച്ച് മാത്രം ബ്ലീഡിങ് പോകുന്നവർക്കൊക്കെ ഗ്രാമ്പൂ വെള്ളം ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ മെൻസ്ട്രേഷൻ്റെ ലെങ്ത് ഭയങ്കര കൂടുതലാണെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട്. അതായത് 21 to 35 ആണ് ഹെൽത്തി ആയിട്ടുള്ള ഒരു മെൻസ്ട്രേഷൻ സൈക്കിൾ എന്ന് പറയുന്നത്. 21-നും 35-നും ഇടയ്ക്ക് ഏത് ദിവസം നമുക്ക് മെൻസ്ട്രേഷൻ വന്നാലും പ്രശ്നമില്ല. പക്ഷേ 35-നേക്കാളും ഒരുപാട് കൂടുതലും 21-നേക്കാളും ഒരുപാട് കുറവുമായിട്ട് നമുക്ക് മെൻസ്ട്രേഷൻ വരുന്നുണ്ടെങ്കിൽ അത് ഇറഗുലർ ആയിട്ടുള്ള ഒരു മെൻസ്ട്രേഷൻ ആണ്. അങ്ങനെയുള്ളവർക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് എല്ലാം ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രാമ്പൂ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അതാണ് ആദ്യത്തെ കാറ്റഗറി. രണ്ടാമത്തെ കാറ്റഗറി, നിങ്ങൾ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്കുള്ളൊരു ബെറ്റർ ഓപ്ഷനാണ് ഗ്രാമ്പൂ എന്ന് പറയുന്നത്. ഗ്രാമ്പൂ പ്രോപ്പറായിട്ട് ഉപയോഗിക്കുന്നത് നിങ്ങളുടെ മെറ്റബോളിസം വർദ്ധിപ്പിക്കുന്നതിനും ഇത് വെയിറ്റ് ലോസിനും വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. PCOD ഉള്ള ആളുകൾക്കും തൈറോയ്ഡ് ഉള്ള ആളുകൾക്കും ഒക്കെ ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ടാണ് അവർക്ക് അമിതമായിട്ട് ശരീരഭാരം വെക്കുക എന്ന് പറയുന്നത്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടായിരിക്കില്ല ചിലപ്പോൾ വണ്ണം വെക്കുന്നത്, ഹോർമോൺ ഇഷ്യൂസ് കൊണ്ടായിരിക്കും പലരും വണ്ണം വെക്കുന്നത്. അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് നോർമലൈസ് ചെയ്തിട്ട് വേണം നിങ്ങൾ പ്രഗ്നൻസി ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. കൂടുതലായിട്ട് ഫാറ്റ് ഇഷ്യൂസ് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടുകയാണെങ്കിൽ അത് പല ഇറഗുലാരിറ്റീസും നമുക്ക് ശരീരത്തിൽ കൊണ്ടുവന്ന് തരും. അതുപോലെ നമുക്ക് ഓവുലേഷൻ സ്റ്റോപ്പ് ആകുന്നതിന് വേണ്ടിയിട്ടും പീരിയഡ്സ് സ്റ്റോപ്പ് ആകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കണ്ടീഷനിലോട്ട് ഇത് നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കും. അതുകൊണ്ട് നിങ്ങൾ പീരിയഡ്സ് പ്രോപ്പർ ആക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നതോടൊപ്പം തന്നെ വെയിറ്റ് ലോസും കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെയുള്ളവർക്കും ബെറ്റർ ഓപ്ഷനാണ് ഗ്രാമ്പൂ എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാറ്റഗറി, ഓവുലേഷൻ നടക്കുന്ന സമയത്ത് ഡിസ്ചാർജ് ഇല്ലാത്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് കണ്ണും പൂട്ടി ഗ്രാമ്പൂ വെള്ളം ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഓവുലേഷൻ നടക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഡിസ്ചാർജ് എപ്പോഴും പച്ചമുട്ടയുടെ വെള്ള പോലെയുള്ള സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസ്ചാർജ് ആയിരിക്കണം. ഇത് നമ്മുടെ ശരീരത്തിലുള്ള ലൂബ്രിക്കേഷൻ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടും ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കുന്ന സെമന് കൂടുതൽ നാൾ ശരീരത്തിൽ നിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പവർ അല്ലെങ്കിൽ ഒരു ചാർജ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും ഈ സെർവിക്കൽ മ്യൂക്കസ് സഹായിക്കുന്നുണ്ട്. എപ്പോഴും നമുക്ക് വജൈനൽ ഡിസ്ചാർജ് ഉണ്ടാവുന്നുണ്ട്. എന്നാൽ ഇതിനെ ആ ഒരു വജൈനൽ ഡിസ്ചാർജിൽ നിന്നും ഡിഫറെൻ്റ് ആക്കുന്നത് ഇതിൻ്റെ ആ ഒരു സ്ട്രക്ചറും അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു ലൂബ്രിക്കേഷൻ എഫക്റ്റും ഒക്കെയാണ്. ഭയങ്കരമായിട്ട് നമുക്ക് കയ്യിലെടുത്ത് കഴിഞ്ഞാൽ നല്ല വഴുവഴുപ്പുള്ളൊരു ഡിസ്ചാർജ് ആയിരിക്കും ഇത്. പച്ചമുട്ടയുടെ വെള്ള പോലെയോ അല്ലെങ്കിൽ വെണ്ടയ്ക്ക അരിയുമ്പോൾ അതിലുണ്ടാവുന്ന വഴുവഴുപ്പ് പോലെയോ ഒക്കെ നമുക്ക് ഈ ഒരു ഡിസ്ചാർജിനെ ഒന്ന് സാമ്യപ്പെടുത്താനായിട്ട് സാധിക്കും കേട്ടോ. പല ആളുകൾക്കും ഓവുലേഷൻ നടക്കുന്ന സമയത്ത് ഡിസ്ചാർജ് ഉണ്ടാവാറില്ല. ചില ആളുകൾക്ക് ഉണ്ടാകുന്ന ഡിസ്ചാർജ് ഭയങ്കര കട്ടിയുള്ളതായിരിക്കും. അങ്ങനെയുള്ള കട്ടിയുള്ള ഡിസ്ചാർജ് നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ സെമന് ശരീരത്തിനകത്തേക്ക് പ്രവേശിച്ച് പോകാനായിട്ടും സാധിക്കില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് അങ്ങനെയാണ് നിങ്ങൾക്ക് ഡിസ്ചാർജ് ഉണ്ടാവുന്നതെങ്കിലോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും തന്നെ ഡിസ്ചാർജ് ഇല്ലെങ്കിലോ നിങ്ങൾക്കുള്ളൊരു ബെറ്റർ ഓപ്ഷനാണ് ഗ്രാമ്പൂ എന്ന് പറയുന്നത്. ഇത് നിങ്ങളുടെ ജെനിറ്റൽ പാർട്സിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ബൂസ്റ്റ് ചെയ്യുന്നതിനും ഇതുവഴി നിങ്ങൾക്ക് സെർവിക്കൽ മ്യൂക്കസിന്റെ പ്രൊഡക്ഷൻ കൃത്യമായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നു.
സെർവിക്സ് ആണ് സെർവിക്കൽ മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിലോട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിനനുസരിച്ചിട്ട് സെർവിക്കൽ മ്യൂക്കസിന്റെ ക്വാളിറ്റിയിലുള്ള പ്രൊഡക്ഷനും കൃത്യമായിട്ട് നടക്കും കേട്ടോ. പുരുഷന്മാർക്കാണെങ്കിലും പ്രിമച്വർ ഇജാക്കുലേഷൻ സംഭവിക്കുന്ന ആളുകൾക്ക് അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രാമ്പു ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇതാണ് അടുത്ത കാറ്റഗറിയിൽ പെടുന്ന ആളുകൾ. നാലാമത്തെ കാറ്റഗറി വരുന്നത് നമുക്ക് കോണ്ടാക്ട് ചെയ്യാനായിട്ട് പലർക്കും താല്പര്യം ഉണ്ടാവില്ല. ചിലർക്ക് ഒരുപാട് പേര് പറയുന്നുണ്ട്, ചേച്ചി ഓവുലേഷന്റെ ആ ഒരു ദിവസങ്ങളിൽ എക്സാക്ട് ഓവുലേഷൻ ഡേറ്റ് ചെയ്താൽ മതിയോ, അതിന് മുമ്പുള്ള ദിവസങ്ങളൊക്കെ ചെയ്യണോ, ഹസ്ബൻഡിന് താല്പര്യമില്ല അല്ലെങ്കിൽ അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളെ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ സെക്സ് ഡ്രൈവ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. രണ്ടുപേരും ഒരേപോലെ ആ ഒരു പ്രവർത്തിക്ക് വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇൻട്രസ്റ്റഡ് ആയിട്ട് ഇരിക്കുമ്പോഴേക്കും ആ സമയത്ത് നമ്മുടെ മൈൻഡ് ഭയങ്കര റിലാക്സ്ഡ് ആയിരിക്കും. യാതൊരു തരത്തിലുള്ള സ്ട്രെസ്സും ഇല്ലാതിരിക്കുന്ന ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഫെർട്ടിലൈസേഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ സെക്സ് ഡ്രൈവ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഗ്രാമ്പു ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇത് നിങ്ങളുടെ ശരീരത്തിലും പുരുഷന്റെ ശരീരത്തിലും ടെസ്റ്റോസ്റ്റിറോണിന്റെ ആ ഒരു പ്രവർത്തനം വർദ്ധിപ്പിക്കുകയും ഇതുവഴി സെക്സ് ഡ്രൈവ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അടുത്ത കാറ്റഗറിയിൽ വരുന്നത് ഓവുലേഷൻ കൃത്യമായിട്ട് നടക്കാത്ത സ്ത്രീകളാണ്. സാധാരണ എല്ലാവർക്കും അണ്ടം പ്രോപ്പറായിട്ട് വളരാറുണ്ട്. പക്ഷേ PCOD ഉള്ള ആളുകൾക്കും പക്ഷേ ഇറഗുലർ ആയിട്ടുള്ള പീരീഡ്സ് പോകുന്ന ആളുകൾക്കുമൊക്കെ പ്രോപ്പറായിട്ട് അണ്ടം വളരാറില്ല. അങ്ങനെ സംഭവിക്കുന്നത് അവരുടെ ഓവറീസിന്റെ ഫംഗ്ഷനെ അത് ഹോർമോൺ ചേഞ്ച് അഫക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. നമ്മുടെ ഓവറീസ്, നമ്മുടെ രണ്ട് അണ്ടാശയങ്ങളും പ്രോപ്പറായിട്ട് ആ ഒരു ഓവുലേഷന് വേണ്ടിയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് പീരീഡ്സിന്റെ സെക്കൻഡ് ഡേ അല്ലെങ്കിൽ തേർഡ് ഡേ മുതൽ അണ്ടം വളർന്ന് തുടങ്ങിയാൽ മാത്രമേ ഏകദേശം ഒരു മിഡിൽ ഓഫ് ദ സൈക്കിൾ എത്തുമ്പോഴേക്കും നിങ്ങൾക്ക് അണ്ടം പൊട്ടുകയുള്ളൂ. അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ ഓവറീസും അതുപോലെ തന്നെ നന്നായിട്ട് വർക്ക് ചെയ്യണം. അങ്ങനെയുള്ളൊരു പ്രവർത്തനം ശരീരത്തിൽ ഇല്ല എങ്കിൽ ഓവറീസിന്റെ പ്രവർത്തനം കുറയുന്നതിനനുസരിച്ചിട്ട് ക്വാളിറ്റിയുള്ള അണ്ടത്തിന്റെ റപ്ചർ ആകുന്നതിന്റെ അളവ് അവിടെ കുറയുന്നു. ഇതിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ അണ്ടം റപ്ചർ ആകാതിരിക്കുകയും ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അങ്ങനെ വരുന്നവർക്ക് ആ ഒരു സിസ്റ്റ് ആയിട്ടിരിക്കുന്നതിനോ അല്ലെങ്കിൽ പ്രഗ്നൻസി ഒരുപാട് നാളുകൾ നീണ്ടു പോവുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ ഓവുലേഷൻ പ്രോപ്പറായിട്ട് നടക്കാൻ വേണ്ടിയിട്ടും ഓവറീസിന്റെ പ്രവർത്തനം ഏകീകരിക്കാൻ വേണ്ടിയിട്ടും ഗ്രാമ്പു ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അടുത്തതും കൃത്യമായിട്ട് ഓവുലേഷൻ നടക്കാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മുടെ ശരീരത്തിൽ ലൂട്ടനൈസിങ് ഹോർമോൺ ആണ് എഗ് റപ്ചർ ആകുന്നതിന് വേണ്ടിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ട് വഹിക്കുന്നത്. LH ഹോർമോണിന്റെ ഡെഫിഷ്യൻസി ശരീരത്തിൽ ഉണ്ടാകുന്ന പലർക്കും അണ്ടം പൊട്ടുമ്പോഴേക്കും ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. അതായത് പൊട്ടാത്ത സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. ചിലർക്ക് ഒരുപാട് ദിവസം നീണ്ടു പൊട്ടാറുണ്ട്. ലേറ്റ് ആയിട്ടുള്ള ഓവുലേഷൻ ഉണ്ടാവാറുണ്ട്. ഇതൊക്കെ ആ ഒരു ഹോർമോൺസിന്റെ ഒരു ഇറഗുലാരിറ്റീസ് ഉണ്ടാവുന്നത് കൊണ്ടാണ്. LH ഹോർമോണിന്റെ പ്രവർത്തനം കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഗ്രാമ്പു ഉപയോഗിക്കുന്നത് സഹായിക്കുന്നുണ്ട് കേട്ടോ. കൃത്യം സൈക്കിൾ അനുസരിച്ചിട്ട് എഗ് ഗ്രോത്ത് ഇൻക്രീസ് ആക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് ഒരു സപ്പോർട്ട് തരുന്നു. ഏകദേശം നമ്മുടെ ഒരു മിഡിൽ ഓഫ് ദ സൈക്കിളിൽ വെച്ചിട്ടാണ് നോർമലായിട്ട് നമുക്ക് ആ ഒരു ഓവുലേഷൻ ഉണ്ടാകുന്നത്. അത് കൃത്യമായിട്ട് ബാലൻസ് ചെയ്യണമെങ്കിൽ FSH ഹോർമോൺ, LH ഹോർമോൺ, ഈസ്ട്രജൻ ഹോർമോൺ ഇതൊക്കെ കൃത്യമായിട്ട് തന്നെ വർക്ക് ചെയ്യണം. ഇതെല്ലാം ഏകീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഗ്രാമ്പു ഉപയോഗിക്കുന്നത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് ആറാമത്തെ കാറ്റഗറിയിൽ ഇതിൽ കിട്ടുന്ന ബെനിഫിറ്റ്. അടുത്തൊരു ബെനിഫിറ്റ് കിട്ടുന്നത് വജൈന ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ഒരുപാട് വീഡിയോസിൽ ഞാൻ അധികം പറയാത്ത ഒരു കാര്യമാണിത്. ചില ആളുകൾക്ക് ഫസ്റ്റത്തെ ഡെലിവറി നോർമൽ ഡെലിവറി ആയി കഴിയുമ്പോഴേക്കും വജൈന കുറച്ച് ലൂസ് ആവാനായിട്ട് ചാൻസ് കൂടുതലാണ്. അങ്ങനെ വരുന്ന സിറ്റുവേഷൻ അല്ലെങ്കിൽ 2-3 നോർമൽ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആളുകൾ അടുത്തൊരു ഡെലിവറി നോക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഡെലിവറി ഇപ്പോൾ പ്രഗ്നൻസി നിങ്ങൾ നോക്കുന്നില്ല പക്ഷേ കോണ്ടാക്ട് ചെയ്യുമ്പോഴേക്കും വജൈനയിൽ ഒരു ടൈറ്റ്നെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ ഒരിക്കലും ആ ഒരു പ്രോസസ്സ് നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് ആ ഒരു വജൈനൽ പോർഷൻ ഒന്ന് ടൈറ്റ് ആക്കി വെക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇനി എങ്ങനെയാണ് ഗ്രാമ്പു ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇത് കാണാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പറയാം. നമ്മൾ ഗ്രാമ്പു നല്ലതുപോലെ എടുത്തിട്ട് കഴുകിയെടുക്കുക. ഏകദേശം 4-5 ഗ്രാമ്പു മാത്രം നിങ്ങൾ എടുത്താൽ മതി. അത് നല്ലതുപോലെ കഴുകിയതിന് ശേഷം നിങ്ങൾ അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു വെച്ച് കുതിർത്താനായിട്ട് വെക്കുക. ഓവർനൈറ്റ് നിങ്ങൾ സോക്ക് ചെയ്യുക. അതായത് നമ്മൾ തലേ ദിവസം ഒരു രാത്രി കിടക്കുന്നതിന് മുൻപാണ് നിങ്ങളത് കുതിർത്തി വെക്കുന്നതെങ്കിൽ അത് ആ രാത്രി മുഴുവൻ അങ്ങനെ ഇരുന്നിട്ട് രാവിലെ നിങ്ങളത് തിളപ്പിച്ച് എടുക്കാം. ഇതെടുത്തിട്ട് നമ്മൾ ഒരു പാത്രത്തിലോട്ട് മാറ്റി നല്ലതുപോലെ തിളപ്പിക്കുക. ലോ ഫ്ലെയിമിലിട്ട് നിങ്ങൾ തിളപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. 1 ഗ്ലാസ് വെള്ളമാണ് നിങ്ങൾ എടുത്ത് ഒഴിച്ചു വെച്ചതെങ്കിൽ അത് 1/2 ഗ്ലാസ് ആയിട്ട് ചുരുങ്ങുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ട് തന്നെ നിങ്ങളിത് തിളപ്പിക്കുക കേട്ടോ. ഇത് ഉപയോഗിക്കുമ്പോൾ ഒരുപാട് ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അതെല്ലാം പ്രോപ്പറായിട്ട് ശരീരത്തിലോട്ട് എത്തണമെങ്കിൽ ഇതിന്റെ സത്ത് മൊത്തം ആ ഒരു വെള്ളത്തിലോട്ട് ഇറങ്ങണം. അതിനുശേഷം നിങ്ങൾ ഇത് അരിച്ചിട്ട് ഈ വെള്ളം കുടിക്കാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം നിങ്ങൾ വെറും വയറ്റിൽ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അതായത് നമ്മൾ ഫാസ്റ്റിംഗിൽ നിന്നിട്ട് എന്തെങ്കിലും ഒരു ഭക്ഷണം നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിന്റെ ബെനിഫിറ്റ് ശരീരത്തിലെ എല്ലാ ഭാഗത്തോട്ടും പെട്ടെന്ന് അങ്ങോട്ട് എത്തിപ്പെടാനായിട്ട് സഹായിക്കും.
അതുകൊണ്ട് നിങ്ങൾ ഏകദേശം ഒരു ഭക്ഷണം കഴിക്കുന്നതിന് മുൻപായിട്ട് എംപ്റ്റി സ്റ്റൊമക്ക് തന്നെ ഗ്രാമ്പൂ വെള്ളം ഉപയോഗിക്കാനായിട്ട് നോക്കുക കേട്ടോ. അടുത്തതാണ് നിങ്ങൾ മസ്റ്റായിട്ട് കേൾക്കേണ്ട ഒരു കാര്യം, എപ്പോൾ മുതൽ എപ്പോൾ വരെയാണ് ഗ്രാമ്പൂ വെള്ളം ഉപയോഗിക്കേണ്ടതെന്നതിനെ പറ്റിയിട്ട് കേട്ടോ. ഏകദേശം നമ്മുടെ പീരിയഡ്സ് തീർന്നതിന് ശേഷം നിങ്ങളുടെ ഓവുലേഷൻ ഡേറ്റ് എന്നാണോ അതുവരെ നിങ്ങൾ ഗ്രാമ്പൂ വെള്ളം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓവുലേഷൻ ഡേറ്റ് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കാത്തവരെ എപ്പോൾ വരെയാണ് ഗ്രാമ്പൂ വെള്ളം ഉപയോഗിക്കേണ്ടത് എന്നതിനെ പറ്റിയിട്ടൊരു വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. ഇറഗുലർ പീരിയഡ്സ് ആൻഡ് ക്ലോസ് വാട്ടർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ദി ചൂസ് വേൾഡ് എന്ന സൈഡിൽ ഇടണം കേട്ടോ. അങ്ങനെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അത് കണ്ടതിന് ശേഷം നിങ്ങൾ അത്രയും ദിവസം വരെ ഗ്രാമ്പൂ വെള്ളം ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഒരുപാട് ബെനിഫിറ്റ് നമുക്ക് കൊണ്ടുവന്ന് തരുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഓവുലേഷൻ വരെ പ്രോപ്പറായിട്ട് ഇതെടുക്കുക. ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം ആരും തന്നെ ഗ്രാമ്പൂ വെള്ളം എടുക്കേണ്ട ആവശ്യമില്ല. കണ്ടിന്യൂസ് ആയിട്ട് ഗ്രാമ്പൂ ഉപയോഗിക്കുന്നത് ഓവുലേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് നല്ലതല്ല കേട്ടോ. ആ കാര്യം കൂടി നിങ്ങൾ മസ്റ്റായിട്ട് മനസ്സിലാക്കുക. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.